ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ള ഡെറിവേറ്റീവ്സ് എന്നൊരു ഭാഗത്തെക്കുറിച്ചാണ്. എന്താണ് ഡെറിവേറ്റീവ് എന്ന് നോക്കാം. എ ഡെറിവേറ്റീവ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ് ഹൂസ് വാല്യൂ ഈസ് ബേസ്ഡ് ഓൺ എൻ എഗ്രീഡ് അപ്പോൺ അണ്ടർലൈങ് ഫിനാൻഷ്യൽ അസറ്റ് ലൈക്ക് എ സെക്യൂരിറ്റി ഓർ സെറ്റ് ഓഫ് അസറ്റ്സ് ലൈക്ക് ഇൻഡെക്സ്. അതായത് ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് അസറ്റുകളെ പോലെയുള്ള അണ്ടർലൈങ് ഫിനാൻഷ്യൽ അസറ്റുകളുടെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു രണ്ട് പാർട്ടികൾ തമ്മിലുള്ള കോൺട്രാക്റ്റിനെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ആണ്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ്, രണ്ടോ അതിലധികമോ പാർട്ടികൾ തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ് ആണ്. ഹൂസ് വാല്യൂ ഈസ് ബേസ്ഡ് ഓൺ എൻ എഗ്രീഡ് അപ്പോൺ അണ്ടർലൈങ് ഫിനാൻഷ്യൽ അസറ്റ്. അതായത് എഗ്രി ചെയ്തിട്ട് ഒരു അണ്ടർലൈങ് ഫിനാൻഷ്യൽ അസറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെക്യൂരിറ്റി ആകാം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് അസറ്റുകളായിട്ടുള്ള ഇൻഡെക്സ് പോലുള്ള സെറ്റ് ഓഫ് അസറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രണ്ട് പാർട്ടികൾ തമ്മിൽ എഗ്രി ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ്, രണ്ടോ അതിലധികമോ പാർട്ടികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. അതിൻ്റെ വാല്യൂ എന്നുള്ളത് ബേസ് ചെയ്തിരിക്കുന്നത് എഗ്രീഡ് അപ്പോൺ ദ അണ്ടർലൈങ് ഫിനാൻഷ്യൽ അസറ്റ്, ഒരു അണ്ടർലൈങ് ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഓർ സെറ്റ് ഓഫ് അസറ്റ്സ് ലൈക്ക് ഇൻഡെക്സ്, സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഇൻഡെക്സ് പോലുള്ള സെറ്റ് ഓഫ് അസറ്റുകൾ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത് ബേസ് ചെയ്തിരിക്കുന്നത്. ദ കോമൺ അണ്ടർലൈങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻക്ലൂഡ് ബോണ്ട്സ്, കമ്മോഡിറ്റീസ്, കറൻസീസ്, ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റ് ഇൻഡെക്സസ് ആൻഡ് സ്റ്റോക്സ്. ഇതിലുള്ള പ്രധാനപ്പെട്ട അണ്ടർലൈങ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ബോണ്ടുകൾ, കമ്മോഡിറ്റികൾ, കറൻസികൾ, ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റ് ഇൻഡെക്സസ്, സ്റ്റോക്കുകൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അണ്ടർലൈങ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ്സിലെ കോമൺ അണ്ടർലൈങ് ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത് ബോണ്ടുകളുണ്ട്, കമ്മോഡിറ്റികളുണ്ട്, കറൻസികളുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റുകളുണ്ട്, മാർക്കറ്റ് ഇൻഡെക്സുകളുണ്ട്, സ്റ്റോക്കുകളുണ്ട്. ഇപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ്, രണ്ടോ അതിലധികമോ പാർട്ടികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്നുള്ളത് ബേസ് ചെയ്തിരിക്കുന്നത് എഗ്രീഡ് അപ്പോൺ ദ അണ്ടർലൈങ് ഫിനാൻഷ്യൽ അസറ്റ്, അണ്ടർലൈങ് ഫിനാൻഷ്യൽ അസറ്റുകളായിട്ടുള്ള സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് അസറ്റ്സ് ലൈക്ക് ഇൻഡെക്സോ. കോമൺ അണ്ടർലൈങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻക്ലൂഡ് ബോണ്ട്സ്, കമ്മോഡിറ്റീസ്, കറൻസീസ്, ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റ് ഇൻഡെക്സസ് ആൻഡ് സ്റ്റോക്സ്. ഇതിൽ കോമൺ ആയിട്ടുള്ള അണ്ടർലൈങ് ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത് ബോണ്ടുകൾ, കമ്മോഡിറ്റികൾ, കറൻസികൾ, ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റ് ഇൻഡെക്സുകൾ, സ്റ്റോക്ക് എന്നിവയൊക്കെയാണ് ഇതിൽ കോമൺ ആയിട്ടുള്ള അണ്ടർലൈങ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ് ഹൂസ് വാല്യൂ ഈസ് ബേസ്ഡ് ഓൺ എൻ എഗ്രീഡ് അപ്പോൺ അണ്ടർലൈങ് ഫിനാൻഷ്യൽ അസറ്റ്. ഒരു അണ്ടർലൈങ് ഫിനാൻഷ്യൽ അസറ്റുകളായിട്ടുള്ള സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് അസറ്റുകളായിട്ടുള്ള ഇൻഡെക്സിലോ എഗ്രി ചെയ്തിട്ടുള്ള രണ്ടോ അതിലധികമോ പാർട്ടികൾ തമ്മിലുള്ള കോൺട്രാക്റ്റാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അത് എന്തൊക്കെയാകാം? ബോണ്ടുകളാകാം, കമ്മോഡിറ്റികളാകാം, കറൻസികളാകാം, ഇൻട്രസ്റ്റ് റേറ്റ് ആകാം, മാർക്കറ്റ് ഇൻഡെക്സ് ആകാം, സ്റ്റോക്കുകളും ആകാം. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെറിവേറ്റീവ്സ് ഹാവ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവറേജ് ഓർ ഗിയറിംഗ്. ലിവറേജ് എന്നോ ലിവറേജിൻ്റെയോ ഗിയറിങ്ങിൻ്റെയോ ക്യാരക്ടറിസ്റ്റിക്സ് ഡെറിവേറ്റീവ്സിനുണ്ട്. ഇറ്റ്സ് എ വാല്യൂ ചേഞ്ചസ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യും. ഇറ്റ് ഈസ് എ സ്പെസിഫൈഡ് അണ്ടർലൈങ് ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ ഐറ്റം. ഇതൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ ഐറ്റമാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ്സ് എനേബിൾ പ്രൈസ് ഡിസ്കവറി, ഇംപ്രൂവ് ലിക്വിഡിറ്റി ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് ദേ റെപ്രസെൻറ്റ്. അതായത് പ്രൈസ് ഡിസ്കവറിയും അതുപോലെ തന്നെ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന അണ്ടർലൈങ് അസറ്റിൻ്റെ ലിക്വിഡിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ്. ദേ സെർവ് ആസ് എഫക്റ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഹെഡ്ജിങ്. ഹെഡ്ജിങ്ങിലുള്ളൊരു എഫക്റ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടും അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഡെറിവേറ്റീവ്സ് ഹാവ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവറേജ് ഓർ ഗിയറിംഗ്. ലിവറേജിൻ്റെയോ ഗിയറിങ്ങിൻ്റെയോ ക്യാരക്ടറിസ്റ്റിക്സ് ഡെറിവേറ്റീവ്സിനുണ്ട്. അതിൻ്റെ വാല്യൂ എന്നുള്ളത് ചേഞ്ച് ചെയ്യുന്നത് ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ സ്പെസിഫൈഡ് അണ്ടർലൈങ് ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ ഐറ്റം. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള അണ്ടർലൈങ് ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ ഐറ്റമാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ്സ് എനേബിൾ പ്രൈസ് ഡിസ്കവറി, ഇംപ്രൂവ് ലിക്വിഡിറ്റി ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് ദേ റെപ്രസെൻറ്റ്. അതായത് പ്രൈസ് ഡിസ്കവറിയോ അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന അണ്ടർലൈങ് അസറ്റിൻ്റെ ലിക്വിഡിറ്റിയോ അത് എനേബിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സെർവ് ആസ് എ എഫക്റ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഹെഡ്ജിങ്. ഹെഡ്ജിങ്ങിനുള്ളൊരു എഫക്റ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് ഡെറിവേറ്റീവ്സ് പ്രവർത്തിക്കുന്നത്. എ ഡെറിവേറ്റീവ് ഈസ് എ സെക്യൂരിറ്റൈസ്ഡ് കോൺട്രാക്ട് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ് whose value is dependent upon a derived from one or more underlying asset.
ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ പാർട്ടികൾ തമ്മിലുള്ള ഒരു സെക്യൂരിറ്റൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ഇൻ ഫിനാൻസ് എ ഡെറിവേറ്റീവ് ഈസ് എ കോൺട്രാക്ട് ദാറ്റ് ഡിറൈവ്സ് ഇറ്റ്സ് വാല്യൂ ഫ്രം ദ പെർഫോമൻസ് ഓഫ് എൻ അണ്ടർലൈങ് എൻറ്റിറ്റി. ഒരു അണ്ടർലൈങ് എൻറ്റിറ്റിയുടെ പെർഫോമൻസിൽ നിന്നാണ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്നുള്ളത് ഡിറൈവ് ചെയ്യുന്നത്. സോ ദ ഡെറിവേറ്റീവ്സ് ആർ ദ ഫിനാൻഷ്യൽ കോൺട്രാക്ട്സ് ഹൂസ് വാല്യൂ ഈസ് ലിങ്ക്ഡ് ടു ദ വാല്യൂ ഓഫ് എൻ അണ്ടർലൈങ്. അതായത് ഒരു ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്നുള്ളത് പ്രധാനമായിട്ടും ബേസ് ചെയ്തിരിക്കുന്ന അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂവിനെ അനുസരിച്ചിട്ടാണ്. എ ഡെറിവേറ്റീവ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് വിച്ച് ഡിറൈവ്സ് ഇറ്റ്സ് വാല്യൂ ഓർ പ്രൈസ് ഫ്രം എൻ അണ്ടർലൈങ് അസറ്റ്. ഒരു അണ്ടർലൈങ് അസറ്റിൽ നിന്നും അതിൻ്റെ പ്രൈസോ അല്ലെങ്കിൽ വാല്യൂസോ ഡിറൈവ് ചെയ്യുന്ന ഒന്നാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ദർ ആർ വേരിയസ് ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് ട്രേഡഡ്. ദേ ആർ ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്. ട്രേഡ് ചെയ്യപ്പെടുന്ന വേരിയസ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ഫോർവേഡുകൾ, ഫ്യൂച്ചറുകൾ, ഓപ്ഷൻസ്, സ്വാപ്സ് എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള ട്രേഡഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. എ ഡെറിവേറ്റീവ് ഈസ് എ സെക്യൂരിറ്റൈസ്ഡ് കോൺട്രാക്ട് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ്. രണ്ടോ അതിലധികമോ പാർട്ടികളുടെ സെക്യൂരിറ്റൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ഹൂസ് വാല്യൂ ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ എ ഡിറൈവ്ഡ് ഫ്രം വൺ ഓർ മോർ അണ്ടർലൈങ് അസറ്റ്. ഒന്നോ അതിലധികമോ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂവിൽ നിന്നാണ് ഇതിൻ്റെ വാല്യൂ എന്നുള്ളത് ഡിറൈവ് ചെയ്യുന്നത്. In finance, a derivative is a contract that derives its value from the performance of an underlying entity. ഒരു അണ്ടർലൈങ് എൻറ്റിറ്റിയുടെ പെർഫോമൻസിൽ നിന്നാണ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്നുള്ളത് ഡിറൈവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ കോൺട്രാക്ട് ഹൂസ് വാല്യൂ ഈസ് ലിങ്ക്ഡ് ടു ദ വാല്യൂ ഓഫ് എൻ അണ്ടർലൈങ്. അണ്ടർലൈങ്ങിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്നുള്ളത് ഡിറൈവ് ചെയ്യുന്നത്. എ ഡെറിവേറ്റീവ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് വിച്ച് ഡിറൈവ്സ് ഇറ്റ്സ് വാല്യൂ ഓർ പ്രൈസ് ഫ്രം എൻ അണ്ടർലൈങ് അസറ്റ്. ഒരു അണ്ടർലൈങ് അസറ്റിൽ നിന്നും അതിൻ്റെ വാല്യൂസോ പ്രൈസോ ഡിറൈവ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ദർ ആർ വേരിയസ് ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് ട്രേഡഡ്. വ്യത്യസ്ത തരത്തിലുള്ള ഡെറിവേറ്റീവ് പ്രൊഡക്റ്റുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഫോർവേഡ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ് എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള വേരിയസ് ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഫോർവേഡ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ് എന്നിവയാണ് വേരിയസ് ഡെറിവേറ്റീവ് പ്രൊഡക്ട്സുകളായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. താങ്ക് യു.